പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയത് ലജ്ജയാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തതിനു ശേഷം ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. നമ്മളോ? വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കേ. നമ്മളിൽ ആർക്കാപ്പ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല. ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഇപ്പൊ നിങ്ങൾ എത്ര ആണുങ്ങൾ വയല് കേൾക്കാൻ വന്നു. ഈ വയല് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പല പ്രായമുള്ള വാപ്പമാരും പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ ഉടുത്തിരിക്കണ മുണ്ട് മടക്കി അങ്ങോട്ട് ഉടുത്തും. ഈ ഉടുത്തിരിക്കണ മുണ്ടങ്ങോട്ട് മടക്കി ഉടുത്തും. ഏതുവരെ? വാപ്പാടെ അണ്ടർവെയർ പുറത്ത് കാണുന്നത് വരെ. കാരണം ഈ വയല് കേൾക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പോകുമ്പോ വാപ്പാടെ തൊട കാണണം. കാരണം ഇറച്ചിക്കടയെ തൂക്കിയിട്ടിരിക്കുക കാല്. അതുപോലെ വാപ്പാടെ തൊട നാട്ടുകാരെ വയല് കഴിഞ്ഞിട്ടാ പോണേ. നിങ്ങൾ മനസ്സിലാക്ക്. വയല് കഴിഞ്ഞിട്ട് പോകുന്ന വാപ്പയുടെ രംഗമാണ് ഞാൻ പറയുന്നത്. ഈ തൊട നാട്ടുകാർക്ക്, വാപ്പായ്ക്ക് അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താന്നറിയാത്ത മനുഷ്യനാണോ? നിങ്ങൾ ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ തലയിലിട്ടിരിക്കണത് ഇങ്ങനെ കറക്കാനുള്ളതല്ലേ വയല് കഴിഞ്ഞ് പോകുമ്പോ? വയല് കഴിഞ്ഞു പോകുമ്പോ ഈ തലയിലിട്ടിരിക്കണ ഷാളും വേണമെങ്കിൽ ഫർദ വരെ ഊരി കറക്കിക്കൊണ്ട് ഇങ്ങനെ ഊരി തോളിലിട്ടിരിക്കുക. വയല് കഴിഞ്ഞു പോകുന്ന രംഗമാണ് ഞാൻ പറയുന്നത്. ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ തൊട കീറിയിട്ടിരിക്കുക, പാന്റ് കാറ്റ് കയറാൻ. നിങ്ങൾ ചിന്തിക്ക്. ഇതാണ് നമ്മുടെ ലജ്ജ. ഇരിക്കണ ചെറുപ്പക്കാരന്റെ പാന്റ് വരെ കീറിയിട്ടിരിക്കുക. വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, തന്റെ ഔറത്ത് നാട്ടുകാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ ലജ്ജ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരു ആണിന്റെ ഔറത്താണെന്നറിയാത്ത ഏത് മഖ്ലൂക്കാടാ ഉള്ളത് ദുനിയാവില്? ഇരിക്കണ പെണ്ണുങ്ങൾക്ക് പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്നറിയില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടോ? ഇനി പോകട്ടെ, നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കുന്നവരാ, ഞാൻ നിഷേധിക്കുന്നില്ല. ഇരിക്കണ നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കുന്നവരാ. ആണുങ്ങളും പെണ്ണുങ്ങളും സർവരും ഔറത്ത് മറയ്ക്കുന്നവരാ. ഇല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങിയ ഫർദയിടും. നിങ്ങൾ എല്ലാവരും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഔറത്ത് മറയ്ക്കും. നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ വീടിനകത്തോ? അതാ ചോദ്യം. വീടിന്റെ അകത്തോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണ ഒരു മനുഷ്യന്റെ ലജ്ജയല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലജ്ജ, സാധാരണ ലജ്ജയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള മനുഷ്യൻ ആരായിരുന്നു എന്ന ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത്രയ്ക്കും ലജ്ജയാ. വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് പഠിക്കണമെന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നാലാമനായിട്ട് കടന്നു വന്നിട്ടാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. നാലാമനായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് മുസാഫഹത്ത് ചെയ്ത ഷഹാദത്ത് കലിമ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായിട്ട് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചത് 82 വർഷമാണ്. 82 വർഷക്കാലമാണ് ഉസ്മാൻ തങ്ങൾ ഇവിടെ നിന്ന് ജീവിച്ചത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന കാലം വരെ തന്റെ കൈകൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല.
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൊട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അത്രയ്ക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ തൊട്ട കൈയാണല്ലോ, ഇതുകൊണ്ട് എന്റെ ഔറത്തിൽ തൊടാൻ പാടില്ലല്ലോ. അത്രയും സൂക്ഷ്മത തന്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന സ്വഹാബിയ ഉസ്മാൻ തങ്ങളുടെ ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാമഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ മടിത്തട്ടിൽ കിടക്കുകയാ. പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് ഉണ്ടല്ലോ, ഒരൽപ്പം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാ, ഔറത്ത് വെളിവായിട്ടില്ല. താൻ ധരിച്ചിരുന്ന കമീസ് അല്പം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുന്നത്. ആരാണ് സലാം പറയുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് അബൂബക്കർ തങ്ങൾ കടന്നു വരികയാ. പ്രവാചകൻ അതുപോലെ തന്നെ കടന്നു. ആ കമീസ് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നേരെയിട്ടില്ല. പടച്ചവനെ, അബൂബക്കർ തങ്ങളുടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിരുന്നു. അവിടുന്ന് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. അവിടുന്ന് ഇറങ്ങി പോവുകയാണ്, സലാം പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാ. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിരുന്ന ഉമർ തങ്ങളെ സംസാരിക്കുകയാണ്. അവസാനം അവിടുന്ന് സലാം പറഞ്ഞ് തിരിച്ചുപോയി. കുറച്ചു കഴിയുമ്പോ വീടിന്റെ വാതിലിൽ സലാം കേൾക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളെ വീടിന്റെ വാതിലിൽ വന്ന് നിന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കമീസ് നേരെ ഇടുകയാ. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ. ഉസ്മാൻ തങ്ങൾ അടുത്തു വന്നോ. ഉസ്മാൻ തങ്ങൾ അടുത്തു വന്നോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിരുന്നു സംസാരിച്ചു. അവിടുന്ന് സലാം പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര്, എന്റെ വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, എന്റെ വാപ്പ വന്നപ്പോ നിങ്ങള് കമീസ് നേരെയിട്ടില്ലല്ലോ, വന്നപ്പോഴും നിങ്ങളെ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങളുടെ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉസ്മാൻ നിങ്ങൾ കടന്നു വന്നപ്പോ നിങ്ങളുടെ കമീസ് നേരെയിട്ടല്ലോ, എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ എഴുന്നേറ്റതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഉസ്മാന് വല്ലാത്ത ലജ്ജയാണ് ആയിഷ, ഉസ്മാന് വല്ലാത്ത ലജ്ജയാ, ഉസ്മാനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആയിഷ. ഉസ്മാൻ തങ്ങളുടെ ജീവിതം കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അവിടെ നിന്ന് ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് ചരിത്രം പറയുമ്പോ വല്ലാത്ത ലജ്ജയായിരുന്നു ഉസ്മാൻ തങ്ങൾക്ക്, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വഅദ് കേൾക്കാൻ കടന്നു വന്ന മുസ്ലിമേ, നിരന്നിരിക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ
റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ തൊട്ടതിനു ശേഷം ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ തന്റെ ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്മാൻ തങ്ങളെ കിടക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ ഉണ്ടോ മുസ്ലിമേ? ലജ്ജ നിനക്കുണ്ടോ? ഈ പറയുന്ന നമുക്ക് ആർക്കെങ്കിലും ലജ്ജയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയത് ലജ്ജയാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തതിനു ശേഷം ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. നമ്മളോ? വല്ലാത്ത ലജ്ജയുള്ള സഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കേ. നമ്മളിൽ ആർക്കാപ്പ ലജ്ജ? ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ലജ്ജ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഇപ്പൊ നിങ്ങൾ എത്ര ആണുങ്ങൾ വയല് കേൾക്കാൻ വന്നു. ഈ വയല് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രംഗമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പല പ്രായമുള്ള വാപ്പമാരും പോകുന്ന എങ്ങനെയാണെന്നറിയാവോ? ഈ ഉടുത്തിരിക്കണ മുണ്ട് മടക്കി അങ്ങോട്ട് ഉടുത്തും. ഈ ഉടുത്തിരിക്കണ മുണ്ടങ്ങോട്ട് മടക്കി ഉടുത്തും. ഏതുവരെ? വാപ്പാടെ അണ്ടർവെയർ പുറത്ത് കാണുന്നത് വരെ. കാരണം ഈ വയല് കേൾക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പോകുമ്പോ വാപ്പാടെ തൊട കാണണം. കാരണം ഇറച്ചിക്കടയെ തൂക്കിയിട്ടിരിക്കുക കാല്. അതുപോലെ വാപ്പാടെ തൊട നാട്ടുകാരെ വയല് കഴിഞ്ഞിട്ടാ പോണേ. നിങ്ങൾ മനസ്സിലാക്ക്. വയല് കഴിഞ്ഞിട്ട് പോകുന്ന വാപ്പയുടെ രംഗമാണ് ഞാൻ പറയുന്നത്. ഈ തൊട നാട്ടുകാർക്ക്, വാപ്പായ്ക്ക് അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താന്നറിയാത്ത മനുഷ്യനാണോ? നിങ്ങൾ ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ തലയിലിട്ടിരിക്കണത് ഇങ്ങനെ കറക്കാനുള്ളതല്ലേ വയല് കഴിഞ്ഞ് പോകുമ്പോ? വയല് കഴിഞ്ഞു പോകുമ്പോ ഈ തലയിലിട്ടിരിക്കണ ഷാളും വേണമെങ്കിൽ ഫർദ വരെ ഊരി കറക്കിക്കൊണ്ട് ഇങ്ങനെ ഊരി തോളിലിട്ടിരിക്കുക. വയല് കഴിഞ്ഞു പോകുന്ന രംഗമാണ് ഞാൻ പറയുന്നത്. ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ തൊട കീറിയിട്ടിരിക്കുക, പാന്റ് കാറ്റ് കയറാൻ. നിങ്ങൾ ചിന്തിക്ക്. ഇതാണ് നമ്മുടെ ലജ്ജ. ഇരിക്കണ ചെറുപ്പക്കാരന്റെ പാന്റ് വരെ കീറിയിട്ടിരിക്കുക. വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, തന്റെ ഔറത്ത് നാട്ടുകാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ ലജ്ജ. ഇതാണ് നമ്മുടെ ലജ്ജ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒരു ആണിന്റെ ഔറത്താണെന്നറിയാത്ത ഏത് മഖ്ലൂക്കാടാ ഉള്ളത് ദുനിയാവില്? ഇരിക്കണ പെണ്ണുങ്ങൾക്ക് പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്നറിയില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് ഏതാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടോ? ഇനി പോകട്ടെ, നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കുന്നവരാ, ഞാൻ നിഷേധിക്കുന്നില്ല. ഇരിക്കണ നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കുന്നവരാ. ആണുങ്ങളും പെണ്ണുങ്ങളും സർവരും ഔറത്ത് മറയ്ക്കുന്നവരാ. ഇല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വീടിന്റെ വെളിയിലിറങ്ങിയ ഫർദയിടും. നിങ്ങൾ എല്ലാവരും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഔറത്ത് മറയ്ക്കും. നിങ്ങൾ എല്ലാവരും ഔറത്ത് മറയ്ക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ വീടിനകത്തോ? അതാ ചോദ്യം. വീടിന്റെ അകത്തോ?